ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ്. നാളെ നമ്മുടെ കത്തോലിക്ക തിരുസഭ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ, കോർപ്പൂസ് ക്രിസ്തിയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വചന സന്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു വിഷയമാണ്. ഈശോയുടെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരിക്കലും മനുഷ്യരായി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കത്തില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അച്ഛനെ ഓൺലൈനിലൂടെ കാണുന്നവർക്ക് വേണ്ടി പറയാം കേട്ടോ, നിങ്ങൾക്കല്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ ഈ നവജ്യോതിസ് റിന്യൂവൽ സെൻറ്ററിലുള്ള താമസിച്ചുള്ള ധ്യാനം ഈ മാസം വരുന്നത് ജൂൺ 14, 15, 16 തീയതികളിലാണ്. ഇത് കോഴിക്കോട് രൂപതയുടെ പാസ്റ്റർ സെൻ്ററാണ്. ഇവിടെ ധ്യാനം നടക്കുന്നത് ഈ മാസം ആന്തരിക വിടുതൽ ധ്യാനം നടക്കുന്നത് ജൂൺ 14, 15, 16 തീയതികളിലാണ്. 14-ാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് തുടങ്ങിയിട്ട് ഞായറാഴ്ച 1 മണിക്ക് അവസാനിക്കുന്നു. ഏകദേശം 1.5 ദിവസമുള്ളൂ ധ്യാനം. അപ്പോൾ ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ആന്തരിക വിടുതൽ ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അച്ഛൻ പറയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് മദർ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്: നീ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാവും. അല്ലേ? ഈശോനെ കുരിശിലേക്ക് നോക്കിയേ, കർത്താവ് നിന്നെ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാവും. അല്ലെ? കർത്താവ് ഇന്നലെകളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് അവസാന തുള്ളി ജലവും അവസാന തുള്ളി രക്തവും നമുക്കായി നൽകി. അപ്പോൾ മദർ തെരേസ പറയാണ്, നീ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ നിന്നെ അന്ന് എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നീ മനസ്സിലാക്കുന്നു. എന്നാൽ നീ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ യേശു ഇന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കും. കണ്ടോ? ഇന്ന് ജിൻസി ഈശോയിലേക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്ന് മേരി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ, ഇന്ന് ആന്റണി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ എത്രമാത്രം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടോ? 100% ഉണ്ടോ? വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യം. യോഹന്നാൻ 6:56. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തില് ഈശോ ഉണ്ടെന്ന് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചേക്കാം. വിശ്വാസമുണ്ടോ? ഈശോ ഉണ്ട്. ദിവ്യകാരുണ്യത്തില് ഈശോ ഉണ്ട്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ നമ്മളെല്ലാവരെയും കാണുന്നുണ്ട്. യോഹന്നാൻ 6:48. ഞാൻ ജീവന്റെ അപ്പമാണ്. വീണ്ടും യോഹന്നാൻ 6:51. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഏറ്റുപറഞ്ഞേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ലോകത്തിന് വേണ്ടി, ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. കർത്താവായ ഈശോ മിശിഹ നമ്മുടെ മുന്നിൽ ആനീതരായിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ ഉണ്ടെന്ന് കർത്താവ് തറപ്പിച്ച് പറയാണ്. യോഹന്നാൻ 6:54. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. കർത്താവ് ഈ വചനത്തിലൂടെയൊക്കെ അടിവരയിട്ട് പറയാണ്, ദിവ്യകാരുണ്യത്തിൽ ഞാനുണ്ട്, എന്നെ ഭക്ഷിക്കുന്നവൻ
എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ പാനം ചെയ്യുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. യാതൊരു സംശയമില്ലാതെ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ഒരു രഹസ്യമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തിൽ എൻ്റെ ഈശോ ഉണ്ട് എന്നുള്ളത്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാർലോ അക്യൂട്ടസ് എന്ന് പറയുന്ന വിശുദ്ധൻ ഒരു എന്താണ് ഈ എന്താ പറയുക ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു സൈറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ കേൾക്കാത്ത ഒരുപാട് ദിവ്യകാരുണ്യ, പ്രത്യേകിച്ച് ബ്യൂണസ് ഐറിസിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം, ഇറ്റലിയിലെ ലെഞ്ചീനോസ് ലെഞ്ചാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. വ്യത്യസ്തമായിട്ട് 2 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അച്ഛൻ വായിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1822 ഫ്രാൻസില് ബൊർത്തേന്യ എന്ന സ്ഥലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ്. ബൊർത്തേന്യ കേട്ടോ, ഈസി ആയിട്ടുള്ള അല്ലേ, എരിഞ്ഞിപ്പാലം എന്നൊക്കെ പറയുന്ന പോലെ ബൊർത്തേന്യ തൊട്ടടുത്തുള്ളൊരു സ്ഥലം ബൊർത്തേന്യ, ഫ്രാൻസില് 1822 നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ്. തിരുക്കുടുംബ സന്യാസ സമൂഹത്തിന്റെ മഠാധിപനായിട്ടുള്ള ഫാദർ സലോട്ട് എന്ന് പറയുന്ന വൈദികൻ ഇതുപോലെ ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാണ്. മനസ്സിലേക്ക് കൊണ്ടുവന്നോ? ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങാൻ പോകുന്ന സമയത്ത് ആ ദേവാലയത്തിലുള്ള എല്ലാവരും കാണുകയാണ് ഈശോ ആ വലിയ അപ്പത്തില് പ്രത്യക്ഷപ്പെടുകയും എല്ലാവരെയും ആശീർവദിക്കുന്നതായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈശോ ഇങ്ങനെ കൈ ഉയർത്തി ആ ദേവാലയത്തിലുള്ള എല്ലാവരും കാണുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇങ്ങനെ ആശീർവദിക്കുന്നത് കാണുകയാണ്. അത് ഒരാളാണോ, 2 ആളാണോ, 3 ആളാണോ, ആ ദേവാലയത്തിൽ മുഴുവനുമുള്ള ആളുകൾ അത് സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ അതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം. ഇവിടെ കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിന്റെ സമയത്ത് 3 അമ്മച്ചിമാര് ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. കഴിഞ്ഞ മാസത്തെ ആന്തരിക വിടുതൽ ധ്യാനത്തിന് ഇവിടെ ഉണ്ട് 19, 20, 21 തീയതികളിൽ ധ്യാനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പൊ അവസാനത്തെ ദിവസം 3 അമ്മമാര് വന്നിട്ട്, അതിനകത്തൊരു ടീച്ചറും ഉണ്ടായിരുന്നു, അമ്മമാര് വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ് ദിവ്യകാരുണ്യത്തില് ഈശോയെ കണ്ടു എന്നുള്ളത്. 3 പേര് ഒരേപോലെ, അതായത് മുൾമുടി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയെ കണ്ടു എന്ന്. മുൾമുടി അണിഞ്ഞ ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈശോയെ ആരെങ്കിലും കാണട്ടെ. ദാഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഇന്ന് ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണണം. ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് അങ്ങയെ കാണണം. 3 പേരും ഒരേപോലെ മൈക്കെടുത്ത് വെച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, അച്ഛാ മുൾമുടി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോയെ ദിവ്യകാരുണ്യത്തിൽ കണ്ടുവന്ന്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈശോയെ കണ്ടിട്ടുള്ളവര്? ക്യാമറ പിടിക്കൂല. ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ ഈശോയെ കണ്ടിട്ടുള്ളവര്? സിസ്റ്റർ ഉണ്ട്, ടീച്ചർ ഉണ്ട്. 3 പേരായി. വേറെ ആരെങ്കിലും ഉണ്ടോ? നെവിലെ കാണണ്ടേ നമുക്ക്? ഇപ്പൊ നീ പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങയെ കാണാനുള്ള അകക്കണ്ണ് തുറന്നു തരണമേ. ദാഹത്തോടെ പ്രാർത്ഥിച്ചാല് കർത്താവിനെ കാണാൻ പറ്റും. മേരി കേട്ടോ, വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ അത്ഭുതം. 1356 ഏപ്രിൽ 25 എന്റെ ബർത്ത്ഡേയുടെ എന്നാണ് കേട്ടോ. ഏപ്രിൽ 25 മറക്കാതിരിക്കാൻ വേണ്ടി പറയാണ്. യൂട്യൂബുകാരോടും കൂടി ഞാൻ പറയണം, ഏപ്രിൽ 25 എൻ്റെ ബർത്ത്ഡേ കേട്ടോ. 1356 ഏപ്രിൽ 25 ഇറ്റലിയിലെ മച്ചെറാത്തോ സിമ്പിളായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. മച്ചെറാത്തോ എന്ന സ്ഥലത്ത് വിശുദ്ധ ക്യാദറിന്റെ ദേവാലയത്തിൽ ഒരു ബെനഡിക്റ്റൈൻ വൈദികൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നുകയാണ്. ഇത് ദിവ്യകാരനെ എടുത്ത് ഉയർത്തുന്ന സമയത്ത് സംശയം തോന്നുന്നു, അത് ശരിക്കും ഈശോ ഉണ്ടോ? ഈ രക്തം, ഈ വീഞ്ഞ് ഈശോയുടെ രക്തമായിട്ട് മാറുന്നുണ്ടോ എന്ന് ഈ വൈദികന് സംശയം തോന്നുകയാണ്. അച്ഛൻ്റെ കൂടെ ഉണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? മഴയൊക്കെയാണ്, ഉറങ്ങരുത്, വീഴരുത് കേട്ടോ. ആരെങ്കിലും ഉറങ്ങുന്നത് കണ്ടാൽ പോയിരിക്കും ഞാൻ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഈ അച്ഛനിങ്ങനെ അപ്പം എടുത്ത് ഉയർത്തുമ്പോൾ
വീഞ്ഞെടുത്ത് ഉയർത്തുമ്പോൾ അച്ഛന് ഡൗട്ട് തോന്നുകയാണ്, അയ്യോ ഈശോയാണിത്, ഞാൻ ഈ ചൊല്ലുന്നത് വെറുതെ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലി വിടുകയാണോ, ഇത് അപ്പമായി ഈശോയുടെ ശരീരമായിട്ട് മാറുന്നുണ്ടോ, ഈശോയുടെ രക്തമായിട്ട് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നുകയാണ്, ബെനഡിക്റ്റൻ വൈദികന്. അപ്പം അങ്ങനെ ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു ഏറ്റവും അവസാനം നമ്മൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് അച്ഛൻ കാസയും ദിവ്യകാരുണ്യം എടുത്ത് ഉയർത്തിയിട്ട് പറയില്ലേ, എന്ത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, പിന്നെ ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അച്ഛൻ ഇങ്ങനെ കാസയും ഈ അപ്പവും എടുത്ത് ഈശോയുടെ തിരുരക്തവും തിരുശരീരവും എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞില്ല, ആ സമയത്ത് തന്നെ ഈ അപ്പത്തിൽ നിന്നിങ്ങനെ ബ്ലഡ് ഒഴുകാണ് അച്ഛൻ്റെ കയ്യിലൂടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് ഒഴുകി. അപ്പൊ തന്നെ അച്ഛൻ ആ ദിവ്യകാരുണ്യം താഴത്ത് വെച്ചിട്ട്, ഞാൻ ഒന്നും കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്: കർത്താവേ, അങ്ങ് തിരുവോസ്തിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് തിരുവോസ്തിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നേരിട്ട് പറഞ്ഞേ, കർത്താവേ, അങ്ങ് തിരുവോസ്തിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കെ, ഇതായിരുന്നു ഒരു ആമുഖം പറഞ്ഞതാണ് അച്ഛൻ കേട്ടോ. ഇന്നും വീണ്ടും അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള അമ്മമാരെല്ലാവരും ഈശോനെ കാണട്ടെ ദിവ്യകാരുണ്യത്തിൽ. പലരും ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് എത്ര ധ്യാനാവസരങ്ങളിലാണെന്നറിയാമോ ഈശോയെ കണ്ടു എന്ന് ഓരോരുത്തർ പറയുക. കഴിഞ്ഞ ആഴ്ചയും കൂടി എന്നോട് ഈ ആരാധന കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തതെന്ന് അച്ഛനറിയാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഈശോയെ കണ്ടു അച്ഛാ, ഈശോയെ കണ്ടു, മുൾമുടി അണിഞ്ഞ ഈശോയെ കണ്ടു എന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ചിന്തകളിലേക്ക് കിടക്കാണ്, പോയിന്റുകളിലേക്ക് കിടക്കാണ്. പോയിന്റ് എഴുതാൻ പോവാണ് കേട്ടോ. ദിവ്യകാരുണ്യനാഥൻ 2 ഇൻവിറ്റേഷൻസ് നമുക്ക് തരുന്നുണ്ട്. ദിവ്യകാരുണ്യനാഥൻ നമുക്ക് തരുന്ന 2 ക്ഷണങ്ങൾ. ഒന്നാമത്തേത്, ദിവ്യകാരുണ്യം നമ്മെ മുറിയപ്പെടാൻ ക്ഷണിക്കുന്നു. എഴുതി വെച്ചോ, ദിവ്യകാരുണ്യം നമ്മെ മുറിയപ്പെടാൻ ക്ഷണിക്കുന്നു. ഇനി എടുക്കാം യോഹന്നാൻ 13:26. അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അതായത് നോക്കിയേ, ഈശോ തൻ്റെ അപ്പം എടുത്തുയർത്തി വീഞ്ഞെടുത്തുയർത്തി ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന, പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഒരു നിമിഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അന്ത്യത്താഴം മനസ്സിലേക്ക് കൊണ്ടുവന്നോ. അന്ത്യത്താഴ സമയത്ത് ഈശോ അപ്പം എടുത്തുയർത്തി, ഇതെൻ്റെ ശരീരമാണെന്ന് പറയുന്നു. ഇത് വീഞ്ഞെടുത്തുയർത്തി, കാസയെടുത്തുയർത്തി, ഇതെൻ്റെ രക്തമാണെന്ന് പറയുന്നു. ക്ലിയർ ആണോ? അത് മനസ്സിലേക്ക് കൊണ്ടുവന്നോ. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ കൂട്ടത്തില് എന്നെ ഒറ്റിക്കൊടുക്കാനുള്ളവനുണ്ട്. അപ്പം മുക്കി ആർക്കാണോ, വീഞ്ഞിൽ മുക്കി ആർക്കാണോ ഞാൻ ആദ്യം കൊടുക്കുന്നത്, അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. എന്നിട്ട് മുക്കി ആർക്കാണ് കർത്താവ് കൊടുക്കുന്നത്? ആർക്കാണ്? യൂദാസ് കറിയോത്തായിക്കാണ് കൊടുക്കുന്നത്. അത് ആരാണ് ശരിക്കും? കർത്താവിനെ സ്നേഹിക്കാൻ പോകുന്ന ആളാണോ? കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആളാണല്ലോ. നോർക്കണേ, ഈ ഭൂമിയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യം കൊടുക്കപ്പെട്ടത് തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന വ്യക്തിക്കാണ്. പത്രോസിനായിരുന്നോ? താൻ ഒത്തിരി സ്നേഹിച്ചിരുന്ന യോഹന്നാനായിരുന്നോ? പരിശുദ്ധ കന്യാമറിയത്തിനായിരുന്നോ? മാലാഖമാർക്കായിരുന്നോ? വിശുദ്ധന്മാർക്കായിരുന്നോ? അല്ല. കർത്താവ്
തൻ്റെ ആദ്യത്തെ ശരീരം വാഴ്ത്തിയത്, തൻ്റെ രക്തം മുക്കിക്കൊടുത്തത് തന്നെ 30 വെള്ളിക്കാശിന് തള്ളിക്കൊടുക്കാനിരുന്ന, തള്ളി പറയാനിരുന്ന, ഒറ്റിക്കൊടുക്കാനിരുന്ന മനുഷ്യനായിരുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഇതാണ് മുറിഞ്ഞു കൊടുക്കാൻ, മുറിയപ്പെടാൻ വിളിക്കപ്പെടുന്ന ഒരു ക്ഷണമാണ് കർത്താവ് ദിവ്യകാരുണ്യനാഥൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുക. പിന്നെ കർത്താവ് ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച കൊടുക്കുന്നുണ്ടല്ലോ, അതാരാണ്? കർത്താവ് ഇങ്ങനെ കുരിശി കിടക്കുന്ന സമയത്ത് കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് ലൊങ്കീനോസ്, അയാളുടെ പേരിലാണ് ഇറ്റലിയിലെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. എന്താ? ലഞ്ചാനോ എന്ന് പറഞ്ഞ സ്ഥലം, അത് ഇയാൾ ലൊങ്കീനോസ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ എന്താണ് പാർശ്വത്തില് കുന്തം കൊണ്ട് കുത്തുന്ന ആളാണ് ലൊങ്കീനോസ്. കുത്തുന്ന സമയത്ത് അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയിട്ട് ഇയാളുടെ കണ്ണിലേക്ക് പതിക്കും. ഇയാളുടെ കണ്ണിന് കാഴ്ചയില്ല, ഒരു കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ ഈ വെള്ളം വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാൾക്ക് കാഴ്ച കിട്ടുന്നുണ്ടോ? മുറിയപ്പെടാൻ നമ്മൾ വിളിക്കപ്പെടുകയാണ്. താൻ വേദനിക്കുമ്പോഴും മറ്റുള്ളവരിലേക്ക് സമാശ്വാസമായിട്ട് ഒഴുകിയിറങ്ങാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. പിന്നെ നമുക്കറിയാം നല്ല കള്ളൻ കർത്താവ് മുറിയപ്പെട്ടിരിക്കുകയാണ്, തകർന്ന് തരിപ്പടമായിട്ട് നിൽക്കുകയാണ്. കർത്താവ് അവൻ എന്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്? പറുദീസ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുറിയപ്പെടാൻ വേണ്ടിയിട്ട് കർത്താവ് വിളിക്കപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, നിങ്ങളും എന്നെ പോലെ മുറിയപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെ മുറിയപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരു കുടുംബത്തില് ഒരു മൂത്ത പയ്യൻ എന്നെ കാണാൻ വന്നിരുന്നു. അവന് 3-4 സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കടത്തിന് മേലെ കടമായിട്ട് നിൽക്കുകയാണ്. ഈ അപ്പനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു ഉത്തരവാദിത്വം അയാൾക്കില്ല. ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും, അപ്പൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അമ്മയൊക്കെ ആയിരിക്കും ചക്രശ്വാസം വലിച്ച് കുടുംബമൊക്കെ നടത്തിക്കൊണ്ട് പോകണം, ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പോൾ അവൻ മൂത്ത പയ്യനാണ്. അപ്പൊ അവൻ എന്നോട് പറയണം, അച്ഛ എന്താണ് ദൈവം ഇങ്ങനെ കാണിക്കുന്നത്? കുടുംബത്തിലെ അനിയനുണ്ട്, അവനും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ 10 വയസ്സുടെ ഉപകാരം അവനെ കൊണ്ട് വീട്ടിലില്ല. അപ്പനാണെങ്കിൽ കുഞ്ഞുനാളം മുതൽ ഒരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടുകാര്യങ്ങൾ മുഴുവനും നോക്കും, വീട്ടുകാര്യങ്ങൾ നോക്കൂലെന്ന് പറയില്ലേ. നാടിന് മുഴുവൻ ഉപകാരിയാണ്, പക്ഷെ വീടിന് 10 വയസ്സൊരു ഉപകാരമില്ലെന്ന് പറയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പൻ. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ തരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞതാണ് അവനോട്, എടാ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മുറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് നിനക്ക് ഈ കുരിശെടുക്കാനുള്ള കരുത്തുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് നിനക്ക് ഈ കുരിശ് തന്നിരിക്കുന്നത്. നീ ഈശോയോട് പ്രാർത്ഥിക്കുക, എന്തിനു വേണ്ടിയിട്ട്? കർത്താവെ ഈ കുരിശെടുക്കാനുള്ള കൃപ നൽകണമേ, ഈ നിരാശയിൽ നിന്ന് കയറി വരാനുള്ള കൃപ നൽകണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങിൽ നിന്ന് അങ്ങയുടെ കരുത്ത് എന്നിലേക്ക് ഒഴുക്കി ഈ ജീവിതത്തെ സധൈര്യം നേരിടാനുള്ള കൃപ നൽകണമേ എന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. ഈശോയേ. പിന്നെ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു ഇദ്ദേഹം പോളണ്ടുകാരനായിട്ടുള്ള ഒരു വൈദികനാണ്. ഇദ്ദേഹം ഇങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് വേറൊരു മനുഷ്യൻ കരയാണ്, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരഞ്ഞു കഴിയുമ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കുകയാണ്, മുറിച്ച് നൽകുകയാണ്. തന്നെ പരിപൂർണമായിട്ട് സഹോദരന് വേണ്ടിയിട്ട് മുറിച്ച് നൽകുകയാണ്. മുന്നോട്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന വിനാഴികയിൽ ഇദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് ഇതാണ്, കർത്താവെ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു വിഷം കുത്തിവെച്ച് കൊല്ലാനിരുന്നത്. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ആയിരുന്നു വിഷം കുത്തിവെച്ച് കൊല്ലാനിരുന്നത്. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയാണ്? കർത്താവെ എന്നെ 10ാമനാക്കി കൊല്ലണമേ, 10ാമനായി മരിക്കാനുള്ള കൃപ നൽകണമേ, 10ാമനായി മരിക്കാനുള്ള കൃപ നൽകണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം തന്നെ തരുന്നൊരു മറുപടി എന്താണെന്നറിയാമോ? ഈ 9 പേരെയും മരണത്തിന് ഒരുക്കിയിട്ട് വേണം ഇദ്ദേഹത്തിന് മരിക്കാൻ.
പുരോഹിതൻ എന്ന നിലയിൽ 9 പേർക്കും 9 പേരെയും മരണത്തിന് ഒരുക്കിയിട്ട് വേണം ഇദ്ദേഹത്തിന് മരിക്കാൻ. നിങ്ങൾ ആരും മരിക്കുന്നത് ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തിയിട്ട് വേണം മരിക്കാനെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നുകയാണ്. അതുപോലെ തന്നെ ദൈവം നിവർത്തിച്ച് കൊടുത്തു എന്നുള്ളതാണ്. 10ാമനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. കറക്റ്റ് 10ാമനായിട്ട് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലുമ്പോഴും എന്തോ മിഥെയിൻ എന്ന് പറയുന്ന ഒരു വിഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന സമയത്തും അദ്ദേഹം വളരെയധികം പ്രാർത്ഥനയോടെ തെളിമയാർന്ന മുഖത്തോടുകൂടെയാണ് തനിക്ക് പരിപൂർണമായി മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടെയാണ് അദ്ദേഹം മരിക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പോൾ ദിവ്യകാരുണ്യം ഒന്നാമതായിട്ട് നമ്മോട് പറയുന്ന കാര്യം എന്താ? ദിവ്യകാരുണ്യം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ക്ഷണം എന്തായിരുന്നു? മുറിയപ്പെടാൻ കേട്ടോ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ വേണ്ടി മുറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു മിശിഹ ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുക. വലതുകരം ഉയർത്തി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുന്നത്, നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ക്ഷണനം എന്താണെന്ന് ചോദിച്ചാൽ, ദിവ്യകാരുണ്യം കൂടെ നടക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാമത്തെ എന്താ? ദിവ്യകാരുണ്യം കൂടെ നടക്കാൻ ക്ഷണിക്കുന്നു. ഒന്നാമത്തേത് എന്തായിരുന്നു? മുറിയപ്പെടാൻ ക്ഷണിക്കുന്നു. രണ്ടാമത്തേത് കൂടെ നടക്കാൻ ക്ഷണിക്കുന്നു. നമ്മുടെ ഈശോയ്ക്ക്, നമ്മുടെ ദൈവത്തിന് നമ്മുടെ കൂടെ നടക്കാൻ ഭയങ്കര കൊതിയാണോ? നിങ്ങൾക്ക് കൊതിയുണ്ടോ ഈശോയുടെ കൂടെ നടക്കാൻ? നമുക്കും കൊതി വേണം. ഈശോയ്ക്കും നമ്മുടെ ഒപ്പം നടക്കാനായിട്ട് ഭയങ്കര കൊതിയാണ്. പഴയ നിയമ പുസ്തകത്തില്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദത്തോടും ഹവായോടുമൊപ്പം ഈ ദൈവം ഇങ്ങനെ ഉലാത്തുമെന്നാ പറയുക. പർദീസായില് ഉലാത്തി എന്നാ പറയുക. അതായത് മനുഷ്യനോടൊപ്പം ആയിരിക്കാനായിട്ട് ദൈവത്തിന് ഭയങ്കര കൊതിയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ 40 വർഷങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്? മോശയും ഇസ്രായേൽ ജനവും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്തും ദൈവം മനുഷ്യരുടെ കൂടെ നടക്കാനായിട്ട് കൊതിക്കുന്നുണ്ട്. മേഘസ്തംഭമായി, അതോടൊപ്പം തന്നെ സ്തംഭമായിട്ടൊക്കെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ, വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എന്താ? യോഹന്നാൻ 3:16. അവിടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഒരു മൂർത്തിഭാവം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കണ്ടോ, മനുഷ്യാവതാരം എടുത്ത് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നേക്കാണ്. കൂടെ വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി കർത്താവായ യേശു മിശിഹ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചു? 33 വർഷം. 33 വർഷം കർത്താവായ യേശു മിശിഹ ഈ ഭൂമിയില് മനുഷ്യനോടൊപ്പം ജീവിച്ചു. കൂടെ നടക്കുന്ന ഈശോയെ, കൂടെ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ അവിടെ കാണുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വലതുകരം ഉയർത്തി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് കർത്താവായ യേശു മിശിഹ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. പീഡകൾ സഹിച്ച് മരിച്ച് എന്ത് സംഭവിച്ചു? ഉദ്ധാനം ചെയ്തെങ്കിലും കർത്താവ് എന്നും നമ്മോടൊപ്പം ആയിരിക്കാനുള്ള കൊതി കൊണ്ട്
സൃഷ്ടിച്ചതാണ് പരിശുദ്ധ കുർബാന. നമ്മോടൊപ്പം ആയിരിക്കാൻ ഉള്ള കൊതി കൊണ്ട് ഈശോ എവിടെ ഇരിക്കുകയാണ്? ആ ദിവ്യകാരുണ്യത്തില് ഇരിക്കുകയാണ്. കൂടെ ആയിരിക്കാൻ, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ട് കർത്താവ് ദിവ്യകാരുണ്യത്തില് ഇന്നലെകളിലും ഇന്നുകളിലും നമ്മുടെ മുന്നിൽ ആയിരിക്കുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, ഈശോ നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് ദിവ്യകാരുണ്യത്തില് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ഈശോ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളൊരു ധൈര്യം വിശുദ്ധ ക്ലാരയ്ക്ക് ഈശോ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ക്ലാര മഠാധിപയായിരിക്കുന്ന സമയത്ത് തുർക്കികള് ഈ മഠത്തിനെതിരെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. മഠം, കന്യാസ്ത്രീ മഠം തകർക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് വിശുദ്ധ ക്ലാര എന്തേ ചെയ്യുക അറിയോ ആർക്കെങ്കിലും? ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം എടുത്തുയർത്തും. ദിവ്യകാരുണ്യം എടുത്തുയർത്തും. ഈ അക്രമികൾക്കെതിരെ ദിവ്യകാരുണ്യം എടുത്തുയർത്തും. ഈ സമയത്ത് ഈ അക്രമികളുടെ ഉള്ളിലേക്ക് ഒരു ഭയം കടന്നവരാണ്. സ്വർഗത്തിൽ നിന്ന് ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു ഭയത്തിന്റെ അരൂപിയെ അവരുടെ ഉള്ളിലേക്ക് അയക്കാണ്. അവരെന്ത് ചെയ്യാണ്? ചരിത്രം പറയാണ്, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടി അകന്നു എന്നാ പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ആദ്യ കുർബാന സ്വീകരിക്കുന്ന മക്കളുടെ മധ്യസ്ഥ ആരാണെന്നറിയോ? ആദ്യ കുർബാന സ്വീകരിക്കുന്ന മക്കളുടെ മധ്യസ്ഥ അറിയോ? കാറ്റഗിസം ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ആദ്യ കുർബാന സ്വീകരിക്കുന്ന മക്കളുടെ മധ്യസ്ഥ ആരാണെന്നറിയോ? ലിയോ 13 പാപ്പ 1826 ഡിസംബർ 20 ഈ വിശുദ്ധയെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുഞ്ഞു മക്കളുടെയൊക്കെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത്. വിശുദ്ധ എമിൽഡ, കേട്ടോ, മറന്നു പോകരുത്. ആദ്യ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികളുടെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ച വിശുദ്ധ എമിൽഡയാണ്. വിശുദ്ധ എമിൽഡയുടെ ജീവിതം എങ്ങനെയാണെന്ന്, ഭയങ്കര ദിവ്യകാരുണ്യ ഭക്തിയായിരുന്നു വിശുദ്ധ എമിൽഡ. വിശുദ്ധ എമിൽഡ ഈ വികാരിയച്ഛൻ്റെ അടുത്ത് കുഞ്ഞായിരിക്കും 5 വയസ്സുള്ളപ്പം വരെ, അധികം നാളൊന്നും ജീവിച്ചിരുന്നില്ല, 5 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഇപ്പം ഈ കുഞ്ഞ് എന്ത് ചെയ്യും? കുഞ്ഞുനാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ വികാരിയച്ഛൻ്റെ അടുത്ത് ചെല്ലും. വികാരിയച്ഛ, എനിക്ക് ഈശോയെ തരുമോ, എനിക്ക് ഈശോയെ തരുമോ, എനിക്ക് ഈശോയെ തരുമോ എന്ന് ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് സഭാ നിയമം അനുസരിച്ച് 14 വയസ്സാകുമ്പോഴേ ദിവ്യകാരുണ്യം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇരിക്കും. ഇത് ഭയങ്കര ദാഹമാണ്. എല്ലാ ദിവസവും വികാരിയച്ഛൻ്റെ അടുത്ത്, അച്ഛാ എനിക്ക് ഈശോയെ തരുമോ, എനിക്ക് ഈശോയെ തരുമോ. അപ്പം അച്ഛൻ പറയും, മോളെ പ്രായമായിട്ടില്ല, 14 വയസ്സാകുമ്പോൾ ദിവ്യകാരുണ്യം തരാമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1333 മെയ് 12 1333 മെയ് 12 സ്വർഗാരോഹണ തിരുനാൾ വന്നു. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ വന്നു. ആ തിരുനാളിൻ്റെ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അന്ന് ദിവ്യകാരുണ്യമൊക്കെ സ്വീകരിച്ചിരുന്ന മുട്ടുകുത്തി നിന്നിട്ടാണ്. ഇന്നും ഇപ്പോൾ സെയിൻറ്റ് ജോസഫ് പള്ളിയിലൊക്കെ ചില സമയത്ത് കാണാം, കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയും മുട്ടുകുത്തി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറയും. അപ്പോൾ ചില കുട്ടികളൊക്കെ മുട്ടുകുത്തി ദിവ്യകാരുണ്യം സ്വീകരിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വികാരിയച്ഛൻ സ്വർഗാരോഹണ തിരുനാളിൽ ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി. അപ്പോൾ എമിൽഡയും കൂടെയുണ്ട്, എമിൽഡയുടെ അമ്മയും കൂടെയുണ്ട്. അമ്മ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ കുഞ്ഞിൻ്റെ മുന്നിൽ വന്നിട്ട്, ഈ ഈശോയുടെ മുന്നിൽ വന്നിട്ട് മുട്ടുകുത്താണ്. അപ്പോൾ അച്ഛൻ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും എന്ന് പറഞ്ഞു, അമ്മ സ്വീകരിച്ചു. അപ്പം എമിൽഡ എന്ത് ചെയ്തു? അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്കും ഈശോയുടെ തിരുശരീരവും തിരുരക്തം തരുമോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ ഒന്ന് ചിരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കയറിപ്പോയി. അപ്പോൾ എമിൽഡ അവിടെ തന്നെ മുട്ടുകുത്തി നിന്നിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയേ എനിക്ക് നിന്നെ താ, ഈശോയേ എനിക്ക് നിന്നെ താ എന്നിങ്ങനെ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചരിത്രം പറയാണ്, ഈ വികാരിയച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന സിബോറിയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഓസ്തി ദിവ്യപ്രകാശമായിട്ട് ഒരു കനൽ പോലെയായി. ദിവ്യകാരുണ്യ പ്രകാശം അതിൽ നിന്ന് ഇങ്ങനെ ഒരു കത്തിച്ചു വെച്ച വിളക്ക് പോലെയായിട്ട് മാറി ദിവ്യകാരുണ്യം. എന്നിട്ട് ആ ദിവ്യകാരുണ്യം ഇങ്ങനെ വായുവിൽ പറന്ന് ഫ്രണ്ടിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ നാവിലേക്ക് വന്നിരുന്നു. ആ കുഞ്ഞ് നാവിലേക്ക് വന്നിരുന്നു. ഈ ദിവ്യകാരുണ്യം അലിഞ്ഞില്ലാതായി. കുഞ്ഞ് കണ്ണടച്ചു,
അവിടെ തന്നെ കുഞ്ഞ് മരിച്ചു വീണു. ആ കുഞ്ഞിൻ്റെ ആഗ്രഹം ഈശോ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ ഈശോയോട് ആ കുഞ്ഞ് ചേർന്നു. അതാണ് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ എമിൽഡെ ഉയർത്താൻ കാരണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ഒരു ഈശോയാണ്. നമുക്ക് ആ ഒരു ദാഹം ഉണ്ടാവണം. നമ്മൾ ഇടവക ദേവാലയത്തിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഒരു ചിന്ത വേണം, എൻ്റെ ഈശോ സക്രാരിക്കുള്ളിൽ പൂട്ടപ്പെട്ട് ഒറ്റയ്ക്കിരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഈശോ സക്രാരിക്കുള്ളിൽ പൂട്ടപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ്. ഞാനൊന്ന് എൻ്റെ പള്ളിയിൽ കയറട്ടെ, ഈശോയോട് 2 കുശലം പറയട്ടെ, ഈശോയോട് സംസാരിക്കട്ടെ. ദാഹം വേണം. ഒരു ദിവസം പോലും ദിവ്യബലി മുടക്കരുത്. ഞാൻ ചിന്തിക്കണം എങ്ങനെ, എൻ്റെ ഈശോ എന്നെ കാത്തിരിക്കുകയാണ്, കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഈശോ കാത്തിരിക്കുകയാണ്. നമ്മൾ പള്ളിയിൽ ചെന്ന് വെറുതെ ഒറ്റയ്ക്കാണ് വരുന്നത്. ഒറ്റയ്ക്ക് നമ്മൾ പോയാലും തിരിച്ചു വരുമ്പോൾ ആര് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്? ഈശോ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോ നമ്മുടെ കൂടെ നടക്കുകയാണ്. ആ ദിനം മുഴുവനും ഈശോയോട് സംസാരിച്ച് നടക്കാം. ആ ദിനം മുഴുവനും ഈശോയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് നടക്കാം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടോ, കൂടെ നടക്കുന്ന ദൈവം. ഇപ്പോൾ 2 ഇൻവിറ്റേഷൻസ്, 2 ക്ഷണങ്ങളാണ് കർത്താവ് നമുക്ക് തരിക. ഒന്നാമത്തെ എന്താ? സ്വയം മുറിയപ്പെടാൻ. 2 കൂടെ നടക്കാനായിട്ട്. ഓക്കെ, കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ബെനഡിക്റ്റ് 16 പാപ്പ സ്നേഹത്തിന്റെ കൂദാശ എന്ന ചാക്രിക ലേഖനത്തിലൂടെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് എഴുതിയെടുക്കാൻ പറ്റിയ നല്ലതായിരിക്കും. ദിവ്യകാരുണ്യം ആയിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ, ദിവ്യകാരുണ്യം എന്ന കൂദാശയെ കുറിച്ച് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഹെഡിങ് പറഞ്ഞിട്ട് അച്ഛൻ അവസാനിപ്പിക്കാം. ബെനഡിക്റ്റ് 16 പാപ്പ സ്നേഹത്തിന്റെ കൂദാശ എന്ന ചാക്രിക ലേഖനത്തിലൂടെ പറയുന്ന 3 കാര്യങ്ങൾ. ബെനഡിക്റ്റ് 16 പാപ്പ സ്നേഹത്തിന്റെ കൂദാശ എന്ന ചാക്രിക ലേഖനത്തിലൂടെ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ആഴത്തിൽ വിശ്വസിക്കണം. ദിവ്യകാരുണ്യത്തെ ആഴത്തിൽ വിശ്വസിക്കണം. ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന് ആഴത്തിൽ വിശ്വസിക്കണം. ആഴത്തിൽ, ഉപരിപ്ലവമായിട്ടല്ല, ആഴത്തിൽ വിശ്വസിക്കണം. ആ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന്, നമ്മുടെ കൺമുമ്പിലായിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന് ആഴത്തിൽ വിശ്വസിക്കണം. ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ ഉണ്ടെന്ന് ഞാനും നീയും ആഴത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ മണിക്കൂറുകൾ ഈശോയുടെ മുന്നിൽ ചെലവഴിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന് ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും നമ്മൾ ദിവ്യബലി മുടക്കത്തില്ല. മുടക്കോ? ആ വിശ്വാസം ആഴത്തിലില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മടിപിടിച്ചിരിക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? പാപ്പ എന്താ ഒന്നാമതായിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? ആഴത്തിൽ വിശ്വസിക്കണം. ഇനി രണ്ടാമത്തേത്, ഭക്തിയോടെ പരികർമ്മം ചെയ്യണം. രണ്ടാമത്തേത്, ഭക്തിയോടെ പരികർമ്മം ചെയ്യണം. അത് വൈദികരോടും വിശ്വാസികളോടും കൂടെ പറഞ്ഞ കാര്യമാണ്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ എല്ലാ വൈദികരും ഭക്തിയോടെ പരികർമ്മം ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളും ഭക്തിയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമ്മളൊക്കെ ചില സമയത്ത് കുർബാനയൊക്കെ കൂടുന്ന സമയത്ത് കാണാറില്ലേ, ചില ആളുകൾ ഇങ്ങനെ കുർബാനയുടെ സമയത്ത് അല്ലെങ്കിൽ ആരാധനയുടെ സമയത്ത് ഫോണുമായിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് വേണ്ടത്ര വിശ്വാസവും ആഴവും തൊലിപ്പുറത്തുള്ള ആത്മീയതയായിരിക്കും. ഉള്ളിലേക്ക് ഈശോയോടുള്ള സ്നേഹം നിറയപ്പെടാത്തത് കൊണ്ടാണ് ഫോണൊക്കെ എടുത്തുകൊണ്ട് കുർബാനയുടെ സമയത്ത് അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്തൊക്കെ ഇറങ്ങിപ്പോകുന്നത്. അച്ഛൻ ഇടവകയിലായിരുന്ന സമയത്ത് എത്ര പ്രാവശ്യം ആളുകളെ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നല്ല വഴക്കല്ല, തിരുത്തലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത്? വിശുദ്ധ കുർബാനയുടെ സമയത്തായിരിക്കും ഫോൺ വരുന്നത്. ആ ഫോണുമായിട്ട് ആൾ പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. മെസ്സേജ് വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും പള്ളിയുടെ പുറകിലായിരിക്കും, തട്ടിപ്പുകളായിരിക്കും. പള്ളിയുടെ ഏറ്റവും പുറകിൽ മതിലിനോടൊക്കെ ചാരി ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈശോയ്ക്ക് വേണ്ട ഭക്ത്യാദരങ്ങൾ കൊടുക്കാത്ത വ്യക്തികളാണ്. ഈശോയ്ക്ക് വേണ്ടത്ര ബഹുമാനം കൊടുക്കാത്ത വ്യക്തികളാണ്. കാലും കയറ്റി നിൽക്കുക, കൈയും കെട്ടി നിൽക്കുക, മാനത്തോട് നോക്കി നിൽക്കുക.
അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിലായിരിക്കുമ്പോൾ വേണ്ടത്ര ഭക്ത്യാദരങ്ങളോടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോ ഈശോയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചിലരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം ദാഹത്തോട് കൂടെയാണോ ദാഹത്തോട് കൂടെയല്ല അല്ലയോ എന്നിരിക്കുന്നത്, കൈയും കെട്ടിയിരിക്കുന്നത്, ഉറക്കം തൂങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഭാഗമായി നമുക്ക് എത്രമാത്രം ഈശോയുടെ ദാഹമുണ്ട്, ഈശോയുടെ കൊതിയുണ്ടെന്നൊക്കെ വെളിവാക്കി തരുന്ന കാര്യങ്ങളാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തേത് ഇതാണ്, തീക്ഷ്ണതയോടെ ജീവിക്കണം. തീക്ഷ്ണതയോടെ ജീവിക്കണം. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദിവ്യകാരുണ്യ ഭക്തിയുടെ തീക്ഷ്ണത ജീവിതത്തിൽ കാണിക്കണം. ഈ പൂഷേച്ചിയെ കാണുമ്പോൾ പറയണം, ഓ ഈശോയെ ആരാധിക്കുന്ന ഒരാളാണ്, എന്തൊരു മുഖപ്രസാദമാണ്, എന്ത് നന്മയിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ജിൻസിയുടെ അമ്മയെ കാണുമ്പോൾ പറയണം, ഓ ദിവ്യകാരുണ്യം സ്വീകരിച്ചു വരുന്ന ചേച്ചിയാണ്, മാലാഖയുടെ പോലെ ഇരിക്കുകയാണ് സ്വഭാവം. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥമായ ദിവ്യകാരുണ്യ ആരാധന ആരംഭിക്കുന്നത് ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ്. ഇപ്പൊ മനസ്സിൽ ഭാരമായിട്ട് കയറി വരുന്ന ഒരാള് ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ഇരുന്നു, ഭാരമൊക്കെ പോയി, എന്നിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് പ്രകടമാക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.